ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന പേപ്പർ LDC 2014 കോട്ടയം ജില്ലയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമായിരുന്നു. അപ്പോൾ മുൻപ് നോക്കിയ വീഡിയോയുടെ ബാക്കിയായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടന പാസാക്കിയ വർഷം 1949 നവംബർ 26. 1949 നവംബർ 26-നാണ് ഇന്ത്യൻ ഭരണഘടന പാസാക്കിയത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. 1950 ജനുവരി 26-ന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ഇന്ത്യൻ ഭരണഘടന 1950 ജനുവരി 26-ൽ നിലവിൽ വരുമ്പോൾ 395 വകുപ്പും 8 പട്ടികയും 22 ഭാഗങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ 444 വകുപ്പും 12 പട്ടികയും 22 ഭാഗങ്ങളും ഉണ്ട്. ബാലാവകാശങ്ങളെ സംബന്ധിച്ച അന്താരാഷ്ട്ര പ്രഖ്യാപനം ഉണ്ടായത് ഏത് വർഷം? 1989. 1989-ലാണ് ബാലാവകാശങ്ങളെ സംബന്ധിച്ച അന്താരാഷ്ട്ര പ്രഖ്യാപനം ഉണ്ടായത്. പ്രമേയം പാസ്സായത് 1989 നവംബർ 20-നാണ്. 1989 നവംബർ 20-ന്. നിലവിൽ വന്നത് 1991-ലാണ്. 1991-ൽ നിലവിൽ വന്നു. ഇതിൻ്റെ ഓർമ്മയ്ക്കായി നവംബർ 20 സാർവദേശീയ ശിശുദിനമായി ആചരിക്കുന്നു. നവംബർ 20 സാർവദേശീയ ശിശുദിനമാണ്. കുട്ടികളുടെ ക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന UN സംഘടന UNICEF ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാര്? ഈ എക്സാം നടക്കുമ്പോൾ KG ബാലകൃഷ്ണനായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. എന്നാൽ ഇപ്പോഴത് HL ദത്തു ആണ്. HL ദത്തു ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28-നാണ്. 1993 സെപ്റ്റംബർ 28-ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമിക്കുന്നത് രാഷ്ട്രപതിയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറുമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എപ്പോഴും സുപ്രീം കോടതി റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. സുപ്രീം കോടതി റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ്. മനുഷ്യാവകാശ കമ്മീഷനുടെ കാലാവധി 5 വർഷമോ അതല്ലെങ്കിൽ 70 വയസ്സോ ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് അതായിരിക്കും. 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് അതായിരിക്കും മനുഷ്യാവകാശ കമ്മീഷനുടെ കാലാവധി. ഇന്ത്യയിൽ ഗാർഹിക പീഡന സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നതെന്ന്? 2006. 2006-ലാണ് ഇന്ത്യയിൽ ഗാർഹിക പീഡന സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത്. ഇന്ത്യൻ പീനൽ കോഡ് 304B, 498A എന്നിവയിലാണ് സ്ത്രീധന നിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. 304B, 498A. സ്ത്രീധന നിരോധന നിയമം 1961-ലാണ് നിലവിൽ വന്നത്. സ്ത്രീധന നിരോധന നിയമം 1961. സൈബർ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെടുന്ന വ്യക്തിക്ക് എത്ര വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും? ഇതിന് ആൻസറില്ല. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ ബാംഗ്ലൂരാണ്. സൈബർ നിയമം നടപ്പിലാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം സിംഗപ്പൂറാണ്. അന്താരാഷ്ട്ര സൈബർ സുരക്ഷാ ദിനം നവംബർ 30-ആണ്. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടമാണ്. തിരുവനന്തപുരം ജില്ലയിലെ പട്ടം. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യത്തെ സൈബർ ക്രൈം ജോസഫ് മേരി ജോക്കാർഡിൻ്റെ പേരിലാണ്. ജോസഫ് മേരി ജോക്കാർഡ്. കേരളത്തിൻ്റെ വടക്ക് മുതൽ തെക്കേയറ്റം വരെയുള്ള ജലപാത ഏത്? വെസ്റ്റ് കോസ്റ്റ് കനാൽ. വെസ്റ്റ് കോസ്റ്റ് കനാലാണ് കേരളത്തിൻ്റെ വടക്ക് മുതൽ തെക്കേയറ്റം വരെയുള്ള ജലപാത. കേരളത്തിൻ്റെ വടക്ക് മുതൽ തെക്ക് വരെയുള്ള ജലപാതയാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏക ദേശീയ ജലപാത 3 കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. ദേശീയ ജലപാത 3. വെസ്റ്റ് കോസ്റ്റ് കനാലിൻ്റെ നീളം 580 കിലോമീറ്ററാണ്. 580 കിലോമീറ്ററാണ് വെസ്റ്റ് കോസ്റ്റ് കനാലിൻ്റെ നീളം. വടക്ക് ഹോസ്ദുർഗ് മുതൽ തെക്ക് കോവളം വരെയാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ നീണ്ടു കിടക്കുന്നത്. വടക്ക് ഹോസ്ദുർഗ് മുതൽ തെക്ക് കോവളം വരെയാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ നീണ്ടു കിടക്കുന്നത്. കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത പാതയുടെ ദൈർഘ്യം 1687 കിലോമീറ്ററാണ്. 1687 കിലോമീറ്റർ. ദേശീയ ഉൾനാടൻ ജലഗതാഗത ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം പാട്നയാണ്. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ആസ്ഥാനം ആലപ്പുഴയാണ്.
ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നത് അലഹബാദിനെയും ഹാൽഡിയയുമാണ്. അലഹബാദിനെയും ഹാൽഡിയയുമാണ് ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നത്. ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്നത് സാദിയയും ധൂബ്രിയുമാണ്. സാദി മുതൽ ധൂബ്രി വരെയാണ് ദേശീയ ജലപാത 2. ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗതത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ആസ്ഥാനം നോയിഡയാണ്. ഉത്തർപ്രദേശിലെ നോയിഡയാണ് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. 1986 ഇത് നിലവിൽ വന്നു. 1986 നെയ്തൽ ഭൂപ്രകൃതി പ്രദേശത്ത് ഉണ്ടായിരുന്ന ആളുകളുടെ ഉപജീവന മാർഗം എന്തായിരുന്നു? മത്സ്യബന്ധനം. നെയ്തൽ ഭൂപ്രകൃതി പ്രദേശത്തുണ്ടായിരുന്ന ആളുകളുടെ ഉപജീവന മാർഗം മത്സ്യബന്ധനമായിരുന്നു. കടൽ തീരത്ത് വസിച്ചിരുന്നവരാണ് നെയ്തൽ വിഭാഗക്കാർ. നെയ്തൽ ഭൂപ്രകൃതി എന്നാൽ കടൽ തീരവുമായി ബന്ധപ്പെട്ടതാണ്. പരതവർ, ഉപ്പർ, മീനവർ, വലയർ ഇവരായിരുന്നു ഇവിടുത്തെ നിവാസികൾ. പരതവർ, ഉപ്പർ, മീനവർ, വലയർ. ഇവരുടെ ഉപജീവന മാർഗം ഉപ്പ് നിർമ്മാണവും മീൻപിടുത്തവും മുത്തുവാരലുമായിരുന്നു. ഉപ്പ് നിർമ്മാണം, മീൻപിടുത്തം, മുത്തുവാരൽ എന്നിവയായിരുന്നു ഉപജീവന മാർഗം. ആരാധനാമൂർത്തി കടലോനായിരുന്നു. കടലോൻ. ഇനി നമുക്ക് മറ്റു തിണങ്ങളെ നോക്കാം. കുറിഞ്ചി പ്രദേശം. കുറിഞ്ചി അറിയപ്പെടുന്ന പർവ്വത പ്രദേശങ്ങളാണ് കുറിഞ്ചി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടുത്തെ നിവാസികൾ കാനവർ, വേടർ എന്നിവരായിരുന്നു. പർവ്വതവുമായി ബന്ധപ്പെട്ട വീടുകളാണ്. കാനനമെന്ന് കാടിന് പറയുന്നത്. അതുപോലെ കാനവർ. പിന്നെ വേട്ടയാടുന്നവരെ വേടർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേടറും കാനവറുമായിരുന്നു കുറിഞ്ചി പ്രദേശത്തെ നിവാസികൾ. പർവ്വത പ്രദേശങ്ങളായിരുന്നു. ഇവരുടെ ഉപജീവന മാർഗം വനവിഭവ ശേഖരണവും നായാട്ടുമായിരുന്നു. വനവിഭവ ശേഖരണവും നായാട്ടുമാണ് തീണ പ്രദേശത്തെ നിവാസികളുടെ ഉപജീവന മാർഗം. ചേയോൻ, മുരുകൻ എന്നിവരാണ് ആരാധനാമൂർത്തികൾ. ചേയോനും മുരുകനുമാണ് ആരാധനാമൂർത്തികൾ. ഇനി മുല്ലൈ, കുന്ന്, പുൽമേട് എന്നീ പ്രദേശങ്ങളിലെ തിണയാണ് മുല്ലൈ. ഇടയർ, ആയർ എന്നിവരായിരുന്നു ഇവിടുത്തെ നിവാസികൾ. ആടുമാടുകളെ വളർത്തലായിരുന്നു ഇവരുടെ ഉപജീവന മാർഗം. ഇടയറും ആയറുമാണ്. അതുകൊണ്ട് തന്നെ ആടുമാടുകളെ വളർത്തലായിരുന്നു മുല്ലൈ തിണയിലെ ഭൂവിഭാഗത്തിൻ്റെ ഉപജീവന മാർഗം. മായോനാണ് ആരാധനാമൂർത്തി. മായോൻ. മണൽ കലർന്ന പാഴ്പ്രദേശത്തെ തിണയായിരുന്നു പാലൈ. മണൽ കലർന്ന പാഴ്പ്രദേശത്തെ തിണ പാലയാണ്. മറവർ, കള്ളർ എന്നിവരാണ് ഇവിടുത്തെ നിവാസികൾ. മറവറും കള്ളറും. ഇവരുടെ ഉപജീവന മാർഗം കയ്യേറ്റവും പിടിച്ചുപറിയുമായിരുന്നു. കയ്യേറ്റവും പിടിച്ചുപറിയുമാണ് പാലൈ പ്രദേശത്തെ ഉപജീവന മാർഗം. കൊറ്റൈവയായിരുന്നു ആരാധനാമൂർത്തി. കൊറ്റൈവയാണ് ആരാധനാമൂർത്തി. മരുതം പ്രദേശമാണെങ്കിൽ വയൽ പ്രദേശമാണ്. മരുതം തിണ വയൽ പ്രദേശമാണ്. ഉഴവറും തൊഴുവറുമായിരുന്നു നിവാസികൾ. ഉഴവറും തൊഴുവറുമാണ് നിവാസികൾ. കൃഷിപ്പണിയാണ് ഉപജീവന മാർഗം. മരുതം പ്രദേശത്തെ ഉപജീവന മാർഗം കൃഷിപ്പണിയാണ്. വേന്തൻ, ഇന്ദ്രനുമായിരുന്നു ആരാധനാമൂർത്തികൾ. വേന്തനും ഇന്ദ്രനും. പഴന്തമിഴ് പാട്ടുകളിൽ പ്രധാനമായും പരാമർശിക്കുന്ന ഒന്നാണ് തിണകൾ. പ്രാചീന തമിഴകത്തെ ജനവാസയോഗ്യമായ പ്രദേശങ്ങളെ 5 തിണകൾ അഥവാ ഭൂഭാഗങ്ങളായിട്ടാണ് പഴന്തമിഴ് പാട്ടുകളിൽ സങ്കല്പിച്ചിട്ടുള്ളത്. അത് കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ എന്നിവയാണ്. കേരളത്തിലെ ഏത് പ്രദേശമാണ് സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു നിൽക്കുന്നത്? കുട്ടനാട്. കേരളത്തിലെ കുട്ടനാടാണ് സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു നിൽക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1.5 മീറ്റർ താഴ്ചയിലാണ് കുട്ടനാട്. സമുദ്രനിരപ്പിൽ നിന്നും 1.5 മീറ്റർ താഴ്ചയിലാണ് കുട്ടനാട്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. കേരളത്തിൻ്റെ നെല്ലറ. ചുണ്ടൻ വള്ളങ്ങളുടെ നാട്, പമ്പയുടെ ദാനം, കേരളത്തിൻ്റെ ഹോളണ്ട് അഥവാ നെതർലാൻഡ് എന്നീ പേരുകളിൽ കുട്ടനാട് അറിയപ്പെടുന്നു. ചുണ്ടൻ വള്ളങ്ങളുടെ നാട്, പമ്പയുടെ ദാനം, കേരളത്തിൻ്റെ ഹോളണ്ട് അഥവാ നെതർലാൻഡ് എന്നീ പേരുകളിൽ കുട്ടനാട് അറിയപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്നും താഴെ കൃഷി ചെയ്യുന്ന ലോകത്തിലെ ഏക പ്രദേശമാണ് കുട്ടനാട്. സമുദ്രനിരപ്പിൽ നിന്നും താഴെ കൃഷി ചെയ്യുന്ന ലോകത്തിലെ ഏക പ്രദേശമാണ് കുട്ടനാട്. കുട്ടനാടിൻ്റെ സമഗ്ര വികസനത്തിനായി കേന്ദ്ര സർക്കാർ 2008 ആരംഭിച്ച പദ്ധതിയാണ് കുട്ടനാട് പാക്കേജ്. 2008 ആരംഭിച്ച പദ്ധതിയാണ് കുട്ടനാട് പാക്കേജ്. കുട്ടനാട് പാക്കേജിനെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ MS സ്വാമിനാഥൻ കമ്മീഷനാണ്.
കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിന് ശാശ്വത പരിഹാരം കാണുക എന്ന ഉദ്ദേശത്തോടെ 1951 ആരംഭിച്ച പദ്ധതിയാണ് തോട്ടപ്പള്ളി സ്പിൽവേ. തോട്ടപ്പള്ളി സ്പിൽവേ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിന് ശാശ്വതമായ പരിഹാരം കാണുക എന്ന ഉദ്ദേശത്തോടെ 1951 ആരംഭിച്ച പദ്ധതിയാണ്. 1954 തോട്ടപ്പള്ളി സ്പിൽവേയുടെ പണി പൂർത്തിയായത്. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിന് പരിഹാരം കാണാനായി 1955 ആരംഭിച്ച പദ്ധതിയാണ് തണ്ണീർമുക്കം ബണ്ട്. 1974 തണ്ണീർമുക്കം ബണ്ടിൻ്റെ പണി പൂർത്തിയായെങ്കിലും കമ്മീഷൻ ചെയ്തത് 1975 തണ്ണീർമുക്കം ബണ്ട് വേമ്പനാട്ട് കായലിലാണ്. കുട്ടനാടിൻ്റെ കഥാകാരൻ അഥവാ ഇതിഹാസകാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ളയാണ്. കുട്ടനാടിൻ്റെ പശ്ചാത്തലത്തിൽ തകഴി രചിച്ച നോവലാണ് കയർ. മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവൽ കയറാണ്. ആദ്യത്തേത് അവകാശികളുമാണ്.